മാപ്സ്റ്റിക് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വർഷമായി അഭിനയ രംഗത്തുള്ള ഒരു നടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപക്ഷെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്കായിരിക്കും ഇദ്ദേഹത്തെ കൂടുതൽ പരിചയം. യാസർ എന്ന് പറഞ്ഞേക്കാട്ടും ചിലപ്പോൾ ടീച്ചറമ്മയിലെ വിഷ്ണു അല്ലെ, വിഷ്ണു എന്ന് പറയണായിരിക്കും. ടീച്ചറമ്മ എന്ന് തന്നെ തുടങ്ങാം. ഇപ്പം എന്താ ടീച്ചറമ്മയുടെ അവസ്ഥ? ടീച്ചറമ്മയുടെ അവസ്ഥ ഇപ്പം പരിതാപകരമാണ്. കഥാപരമായിട്ട് ഓഡിയൻസിന് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സിറ്റുവേഷൻസിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരു ആൾക്കാരെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ടീച്ചറമ്മ എന്നുള്ള പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ നല്ലൊരു ടീമാണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ ഞാനിപ്പം ചെയ്തതിൽ വെച്ച് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടിയൊരു ക്യാരക്ടറാണ്. ഇപ്പം തുടങ്ങിയൊരു 1.5 മാസമായിട്ടല്ലേ ഉള്ളൂ. ഓഡിയൻസിനെല്ലാം ഇഷ്ടം. പക്ഷേ ഏഷ്യാനെറ്റിൽ ഇതുവരെ വന്ന സീരിയലുകൾ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിലും മേക്കിങ്ങും എല്ലാം വേറെയാണ്. സിനിമ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. സിനിമ എന്ന് പറയാൻ വേണമെങ്കിൽ മിനി സ്ക്രീനിലുള്ള സിനിമ. കാരണം ടെക്നിക്കലി ആണെങ്കിലും ഈവൻ സ്റ്റോറി ബേസ്ഡ് ആണ്. ഇത് റിയൽ സ്റ്റോറിയാണ്. ഇപ്പോൾ സാധാരണ വരുന്ന സീരിയലെല്ലാം റീമേക്കാണ് അധികവും വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചാനലുകളിൽ ഒരു റിയൽ സ്റ്റോറി ടീച്ചറമ്മയാണ്. വേറെ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പം മറ്റേതൊക്കെ മറ്റ് ഭാഷകളിൽ നിന്നൊക്കെ റീമേക്ക് ചെയ്തിട്ട് വരുന്ന ടീച്ചറമ്മ റിയൽ മലയാളം സ്റ്റോറി, റിയൽ ഇതിനു വേണ്ടി തന്നെയുള്ള സ്റ്റോറി, റീമേക്ക് ഒന്നും അല്ല. അങ്ങനെ ഈ സീരിയലിന് ഒരു ഭയങ്കര ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടായിരുന്നു നമ്മുടെ ദർബാർ ഹോളിൽ വെച്ചിട്ട്. ഐഡിയ സ്റ്റാർ സിംഗറിനും ടീച്ചറിനും ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു സീരിയലിന് ഇതുവരെ അങ്ങനെ ഒരു ഇത്ര ഒരു ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ടില്ല, ഇവന്റ് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ പിന്നിൽ അത്രയും എഫേർട്ട് ഉണ്ട്. അത് ചാനലിന് അറിയാം. ഈ സീരിയൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാൾ മുന്നേ വരേണ്ടതായിരുന്നു. നമ്മൾ ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. പിന്നെ അത് പെർഫെക്റ്റ് ടൈമിൽ ലോഞ്ച് ചെയ്യാൻ ഡിലേ ആയി വെച്ച് മാറ്റി വെച്ച് ഇങ്ങനെ വന്ന് കറക്റ്റ് സമയത്ത് അപ്പോൾ കൊണ്ടു ലോഞ്ച് ചെയ്തു. നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. കാരണം ഞാൻ സൂര്യൻ അറിയാലോ, എൻ്റെ ഒരു അപ്പിയറൻസ് ഇങ്ങനെയല്ല. ഇതുവരെ ചെയ്ത സീരിയലിലും സിനിമയിലെല്ലാം വേറെ അപ്പിയറൻസ് ഇങ്ങനെയല്ല. ഇതിനു വേണ്ടി ഈ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഈ ഒരു അപ്പിയറൻസ് ആ വേറെ വർക്ക് വരുമ്പോഴും നമുക്ക് ഈ അപ്പിയറൻസ് ചിലപ്പോൾ അവർക്ക് വേണ്ടത് മറ്റേ സാധാരണ താടിയെല്ലാം അപ്പിയറൻസ് ആയിരിക്കും. പക്ഷേ ഇതിൽ ചെയ്യുമ്പോൾ പറ്റില്ല. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി വേറെ കുറേ വർക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത്രയും ഒരു ഇതിനു മുമ്പ് ഇപ്പൊ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ആ സിനിമയെ കുറിച്ച് പറയാം. അപ്പൊ സീരിയലിൽ തന്നെ തൂവൽ സ്പർശം, ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എനിക്ക് തോന്നുന്നു ഒരു കുറേ കാലം അത് ഭയങ്കര ഹിറ്റ് ആയിട്ട് പോയി. എനിക്ക് തോന്നുന്നു തൂവൽ സ്പർശമാണ് ശരിക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വിവേക് മേനോ അല്ലേ ക്യാരക്ടർ, അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു. അതിൽ പോസിറ്റീവായിട്ട് വന്നു, പിന്നെ നെഗറ്റീവ് ഒക്കെ ആയി ക്യാരക്ടർ. അത് കഴിഞ്ഞ് പിന്നെ മനോരമയിൽ ചെയ്തു, ഇപ്പൊ വീണ്ടും ഏഷ്യാനെറ്റിൽ തന്നെ വരണം. അപ്പൊ എത്ര സീരിയലായി ഇപ്പൊ ടോട്ടൽ? ഇപ്പം ആറാമത്തെ സീരിയലായി. പക്ഷെ ഇതിലാണ് എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിലാണ് സസ്നേഹം തൊട്ട് തുടങ്ങി തൂവൽ സ്പർശം. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇപ്പോൾ വരുന്ന ഒരു സീരിയലിൻ്റെ പാറ്റേണിലും അല്ല, സീരിയലിൻ്റെ ഫോർമാറ്റേ അല്ല. സീരിയൽ എന്നുള്ള സാധനം കാണുന്ന പ്രേക്ഷകർ ഇത് കാണുമ്പോൾ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഓരോ ഫ്രെയിമും അതിൻ്റെ വിഷ്വൽ ട്രീറ്റും ഡയറക്ഷൻ, ഓഫ് കോഴ്സ് അത് ക്യാപ്റ്റൻ നിശാന്ത് ഏട്ടൻ, അത് വേറെ ലെവൽ മനുഷ്യനാണ്. പിന്നെ നമ്മൾക്ക് ഈവൻ ആർട്ടിസ്റ്റിന് പോലും ഡയലോഗ് പ്രസൻറ്റേഷനും ഡയലോഗും കഥയും എല്ലാം നമ്മൾ സീരിയലിൽ നമ്മൾ ഇതുവരെ കണ്ടിരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പാറ്റേൺ ഉണ്ട്. അങ്ങനെയല്ല. ഷോട്ട്സ് എല്ലാം കാണാൻ ഗിംബൽ വെച്ചിട്ടൊക്കെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഷോട്ട് എടുക്കുന്നത്. ക്യാമറാമാനെല്ലാം കൂടി ഭയങ്കര എഫേർട്ട് എടുത്ത് ഇത്ര ഹെവി സാധനം, അതും ലെങ്തി ഷോട്ടാണ്. സിനിമയിൽ കാണാറുണ്ടല്ലോ. അതുപോലെ ഇവിടെ കട്ട്സും ക്ലോസും വിഡും പരിപാടികളൊന്നും അങ്ങനെ ഇല്ല. ഫുൾ ഇങ്ങനെ ലെങ്തി നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അത് സീൻസ് കാണുമ്പോൾ തന്നെ ഇപ്പം യൂട്യൂബിലെല്ലാം കമൻറ്റ്സ് വരുമ്പോൾ പലരും പറയാറുണ്ട്, ഇതെന്താ ഒരു സിനിമ ചെയ്യുന്ന പോലെ, സിനിമ കാണുന്ന ഒരു ഫീൽ, ഒരു ഫ്രഷ് ഫീലുണ്ട്. സ്ഥിരം കാണുന്ന ഒരു ഗ്രേഡിങ്ങും എല്ലാം വേറെയാണ്. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു സീരിയലിൻ്റെ ഇൻഡസ്ട്രിയിൽ സീരിയലിൻ്റെ ഇതിൽ ഫസ്റ്റ് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട്, ഇനി ഒരു ബെഞ്ച് മാർക്കായിട്ട് പറയാൻ പറ്റുന്ന സീരിയലാണ് ടീച്ചറമ്മ. അത് കാണുന്ന പ്രേക്ഷകരെല്ലാം പറയാറുണ്ട്. ഇപ്പോൾ സീരിയലിൽ ഇപ്പോൾ ഈ അടുത്താണ് ശരിക്കും അഭിനയിക്കാൻ തുടങ്ങിയത് അല്ലേ? ഒരു 3 വർഷമായിട്ടുള്ളൂ. പക്ഷെ 2005 മുതൽ സിനിമയിലുണ്ട്. അപ്പോൾ എത്ര സിനിമ ചെയ്തു? എനിക്കോടും 14-15 സിനിമ ചെയ്തിട്ടുണ്ട്.